ഈ കൊമ്പൻ ചെല്ലിയും ചെമ്പൻ ചെല്ലിയും തെങ്ങിൽ കയറാതിരിക്കാൻ ഇതല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. നിങ്ങൾക്ക് തെങ്ങിൻ തയ്യെ ഇതുപോലെ സംരക്ഷിക്കണം ആഗ്രഹം ഉണ്ടാ? നിങ്ങൾ എപ്പോഴാ വിളിക്കണ? അയ്യോ, നീ വന്നാ ഫോൺ ഷെഡ് ഇരിക്കണേ. എനിക്ക് 3-4 മൂട് തെങ്ങുണ്ടായിരുന്ന എല്ലാം ചെള്ള് കയറിപ്പോയി. നിങ്ങളിവിടെ എന്തിനാണ് ചെയ്യണത് ചെള്ളിന്? നമ്മൾ തെങ്ങ് കർഷകൻ്റെ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറഞ്ഞാൽ ഈ കൊമ്പൻ ചെല്ലിയും ചെമ്പൻ ചെല്ലിയാണ്. അതിനെ തടയാൻ വേണ്ടി ഇന്ന് ഒട്ടനവധി മാർഗങ്ങൾ ഇന്നുണ്ട്. പലതും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പറയുന്ന മരുന്നുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒരു ഫലപ്രദമല്ല. കാരണം ഞാൻ യൂട്യൂബിലൊക്കെ കണ്ട പലതും പരീക്ഷിച്ച് നോക്കി, പക്ഷേ തെങ്ങ് 2-3 പോയി. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് ഫലപ്രദമായിട്ട് എന്ത് ചെയ്യാൻ നോക്കും? എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ ആരൊക്കെ പറയുന്നുണ്ട്, പാറ്റാക്കുളി വയ്ക്കാം, മറ്റേ വേപ്പ് മുണ്ണാക്ക് വയ്ക്കാം, പിന്നെ കുറേ രാസവസ്തുക്കളൊക്കെ അതൊക്കെ മാറ്റി ഇങ്ങനെയൊക്കെ ഇതിൻ്റെ കവിളിലൊക്കെ ഇറക്കി വയ്ക്കാം. പക്ഷേ എന്ത് ചെയ്താലും കൊമ്പൻ ചെല്ലിയും ചെമ്പൻ ചെല്ലിയും കയറിയിരിക്കും. കാരണം വെച്ചാൽ അതിൻ്റെ ഇപ്പം ഞാനിപ്പോൾ ഈ കവിളിൽ ഇങ്ങനെ വച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുകളിൽ കൂടെയാണ് ഇവ ഇങ്ങനെ കയറുന്നത്. ஆனால் നിങ്ങളെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഇതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം തരാം. ശാശ്വതമായ പരിഹാരം ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. ദിവസവും നമ്മൾ തെങ്ങിൻ്റെ മൂട്ടിൽ പോയി നോക്കുക, കരിച്ച കയറിയിട്ടുണ്ടെന്ന് നോക്കുക. കയറിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അറിഞ്ഞാൽ നമുക്ക് ഇതിനെ എടുക്കാൻ പറ്റും. ഇതിനെ എടുക്കേണ്ട രീതികളും ഇതിനെങ്ങനെ എടുക്കാമെന്നും കൊല്ലാമെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഈ തെങ്ങിനെ ഒരു കാരണവശാലും ഈ കീടം ആക്രമിക്കില്ല. ഇത് 100% ഉറപ്പാണ്.